ഇന്ന് ഞാൻ വെച്ച മുതിര ഉപ്പേരി കാണിച്ചത്. ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയട്ടോ. അത് മുതിര വേവിച്ചിട്ട് ഉള്ളി മിളകും ഇത്തിരി പച്ചമുളക് ഇട്ട് മൂപ്പിച്ചിട്ട് വേവിച്ച മുതിര അതിലേക്ക് ഇട്ടിട്ട് വെള്ളം പാടില്ല കേട്ടോ. ഇട്ടിട്ട് പിന്നെ നാളികേരം ചെറുകിയതും കൂടി ഇടുക, കുറച്ച് വേപ്പില ഇട്ടുക. സൂപ്പർ. ഉപ്പിൻ്റെ കാര്യം മറന്നു, ഉപ്പിടണം. ഞാൻ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ കാഴ്ചാൻ പോവാണ് കേട്ടോ. എന്നിട്ട് കാണിച്ചു. ഉള്ളി മൂപ്പിച്ചുകൊണ്ടിരിക്കുക, അത് ഇട്ട് മൂപ്പിക്കണം കേട്ടോ. ഉള്ളി മൂത്ത് വരുമ്പോൾ മുതിര, എനിക്ക് മുതിര ഉപ്പേരി വയ്ക്കുമ്പോൾ അതിൽ നാളികേരം ഇടണം. ചാറോടെ അല്ല, ഉപ്പേരി ഇട്ട് വയ്ക്കും കേട്ടോ. നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്. വേവിച്ച മുതിര ഉള്ളി മിളക് മൂപ്പിച്ചത് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നാളികേരം ഇട്ടു. പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് മുതിരക്കറിയിൽ ഇങ്ങനെ പച്ചമുളക് ചതച്ചത് ഇഷ്ടം. നന്നായി മൂത്ത് വന്ന് തുടങ്ങി. അപ്പം ഞാനതിന് ഇട്ട മുതിര ഇടാൻ പോവാം. അത് കിടന്ന് വേവിട്ട് മുതിരയിൽ സ്വല്പം വെള്ളം ഉണ്ട്. അപ്പോൾ അതൊന്ന് വറ്റിട്ട് എന്നിട്ട് നാളികേരം ഇടും. വെള്ളം വറ്റി തുടങ്ങിയിട്ടോ. ഇനി ഞാൻ നാളികേരം ഇടും. ഇതിൽ പച്ചമുളക് ഇടുന്നത് എനിക്ക് കടിച്ച് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നാളികേരം ഇട്ടു. അങ്ങനെ എൻ്റെ മുതിര ഉപ്പേരി റെഡി ആയിരിക്കുന്നു. ഇനി പാത്രത്തിലേക്ക് മാറ്റണം. ഇതാണ് ഗൈസ് ഞാൻ വച്ചിരിക്കുന്ന മുതിര ഉപ്പേരി. അപ്പം ഇനി അത് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇതാണ് എൻ്റെ മുതിരക്കറി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കറി. നാളികേരം ഇട്ടിട്ടാണ് ഞാൻ ഉപ്പേരി കാച്ച. അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇരിക്കും. വേപ്പില ഉണ്ടായിരുന്നില്ല, വേപ്പില ഇടണം. അങ്ങനെ ഇന്നത്തെ മുതിര ഉപ്പേരി റെഡി ആയിരിക്കുന്നു. ശരി കേട്ടോ. എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ അടുത്ത ചിക്കൻ കറിയിലേക്ക്.